ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ മോള് വരച്ച കടൽ തീരത്തിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ, പടമാണ്. മദ്രസയിൽ സാഹിത്യോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉസ്താദ് അവളോട് ഒരു കടൽ തീരത്തിൻ്റെ പിക്ചർ ഇങ്ങനെ പടം വരയ്ക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് അവൾ വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ ഇട്ടതാണ്. അപ്പോൾ എൻ്റെ മോള് വരച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ ഈ പടം പറഞ്ഞ ലഹരി വിരുദ്ധ ദിനത്തിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അവൾ വരച്ചതാണ് കേട്ടോ ഇതും. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് പടം വരയ്ക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്ത് കണ്ടാലും അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരച്ചെടുക്കുകയൊക്കെ ചെയ്യും. നമ്മളും കൂടെ നല്ലപോലെ പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ അവൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഈ പടം വരച്ചതിലും കാണുന്നുണ്ട്. കാരണം അവൾ വരയ്ക്കാനിരിക്കുന്ന സമയത്തായിരിക്കും കുട്ടിയെ പോയി വെറുതെ ഇടങ്ങേറാക്കുക കേട്ടോ അയാൻകുട്ടി. ഞാനും എന്തെങ്കിലും ജോലിയിലൊക്കെ ആയിരിക്കും. പിന്നെ അയാൻകുട്ടിനെയൊക്കെ അധികം അവൾ തന്നെയാണ് കേട്ടോ നോക്കുക. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു അയിലമീൻ കറി വയ്ക്കലാണ് കേട്ടോ ഞാൻ. അതപ്പോൾ മോന് കൊച്ചു TV കണ്ട് അവൻ ഉറങ്ങുകയാണ്. അങ്ങനെ അപ്പോൾ ഈ അയാൻകുട്ടിനെ നോക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ചില വർക്കുകളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഞാനെടുത്താലൊന്നും വരില്ല. അവളുടെ അടുത്ത് തന്നെ അധികം അയാൻകുട്ടി പോവുകയുള്ളൂ. അപ്പം എൻ്റെ പകുതി ബലം അവൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അയാൻകുട്ടിനെ അധികം നോക്കുന്നതൊക്കെ അവൾ തന്നെയാണ്. എൻ്റെ പകുതി മുക്കാൽ ബലവും എൻ്റെ മോള് തന്നെയാണ്. പിന്നെ അതാ ഞാൻ കുറച്ച് മീനൊക്കെ പൊരിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അയിലമീൻ പൊരിച്ചു. പിന്നെ കേബേജും ക്യാരറ്റും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഞങ്ങളുടെ അവിടെ വെക്കുന്ന പോലെ തന്നെ ഒരു പെട്ടെന്നുള്ളൊരു അയിലക്കറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. കുറേശ്ശെ വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം രാത്രി അബ്സും അതിലൊക്കെ നല്ല ഉറക്കമായി. അവർ സ്കൂൾ വിട്ട് വന്ന് അവർ പെട്ടെന്ന് അവരുടെ എഴുതലും വായനയൊക്കെ കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇവൻ വേഗം ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇവൻ ഇങ്ങനെ ഫോണും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അക്കാടെ ഫോണും കയ്യിൽ പിടിച്ച് ഇവൻ ഇങ്ങനെ ഓരോ കാർട്ടൂണൊക്കെ വെച്ചതായോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ ബഹളം വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ സമരമാണ്. സ്കൂളൊക്കെ മുടക്കുവാണെന്ന് പറഞ്ഞിട്ടൊന്ന് മോള് സ്കൂളിൽ പോയില്ല കേട്ടോ. പിന്നെ ഉച്ചവരെയൊക്കെ സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവളിന്ന് മദ്രസ വിട്ട് വരാൻ വൈകിയതുകൊണ്ട് അവൾ സ്കൂളിൽ പോയില്ല. അപ്പോൾ ഞാനിതൊക്കെ മരുദൂരാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് കുറച്ച് ഭക്ഷണവും ഫുഡും ഓർത്തിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് പാലെടുക്കാനും ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനിവിടുന്ന് 9:40 ബസ്സിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ബസ് കയറാൻ ഒരുപാട് ദൂരമൊന്നും വേണ്ട. വീട്ടിൻ്റെ മുന്നിൽ തന്നെ ബസ്സൊക്കെ കയറാട്ടോ. എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ബസ്സിൽ പോകും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ കുറച്ചൊന്ന് നടക്കണം. പിന്നെ വരുമ്പോൾ കടകൂടെ സ്കൂട്ടിയിൽ വരും കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ വെട്ട് കുറച്ച് കഴിഞ്ഞത് നല്ല മഴ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെറിയൊരു ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ കുറച്ച് മരം വെട്ടാനുള്ളൂ. അപ്പോൾ ഞാൻ മഴ നോക്കണില്ല, കാര്യമാക്കണില്ല. ഞാൻ അതും കൂടെ പെട്ടെന്ന് വെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് വെട്ടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുതിയ തോട്ടത്തിലെ വർക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണിപ്പോൾ പുതിയ തോട്ടത്തിലെ എന്നിട്ട് ഞങ്ങൾക്ക് പണി മരുദൂരെന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അതിലൊരു 500 മരമോളം ഉണ്ട് ഇതിൽ വെട്ടാൻ. അപ്പോൾ ഇപ്പം നമ്മൾക്ക് പാലെടുത്ത് ഇങ്ങനെ അവിടുത്തെ ക്യാനിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നേരത്തെ പോലെ ഷീറ്റ് അടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കൂലിയും മര്യാദ കൂലിയൊക്കെ ഉണ്ട് കേട്ടോ. 4 കൊടുക്കുന്ന അതേ കൂലി തന്നെ നമുക്ക് മര്യാദ കൂലിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് അന്ന് വൈകുന്നേരത്ത് എൻ്റെ ഉമ്മ കുറച്ച് ചക്ക വരട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് കുട്ടികൾ കഴിക്കണില്ല കേട്ടോ. ചക്ക ഇങ്ങനെ കൊടുക്കുമ്പോൾ തിന്നണേ ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും ചക്ക വരട്ടിയതും എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു കലത്തപ്പം പോലെ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഈ ചക്ക വരട്ടിയതും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി ഇട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അതൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് രുചിച്ച് നോക്കിയപ്പോൾ കുറച്ച് മധുരക്കുറവുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ കഴിക്കണതല്ലേ, ഇനി മധുരം കുറഞ്ഞിട്ട് അവർ കഴിക്കാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. ശേഷം ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരിത്തിരി ഉണങ്ങിയ തേങ്ങയായിരുന്നു കേട്ടോ, കൊപ്ര പോലത്തെ. അപ്പോൾ അതൊന്ന് നെയ്യിൽ വറുത്തെടുക്കുകയാണ്.
പിന്നെ ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ. പാൽപ്പാടയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു വാസനയായിരുന്നു കേട്ടോ ആ നെയ്യിലിങ്ങനെ തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റൊക്കെ വെച്ച് നല്ലപോലെ വെന്ത് കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എന്തോ ഒരു ഫാൾട്ട് പറ്റി, അത് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല. എന്നാൽ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളിതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊട്ടി നോക്കിയപ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് പോലെ വന്നത്. അപ്പോൾ എൻ്റെ ആകെ നമുക്കൊരു ടെൻഷനായി പോയില്ലേട്ട്, അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് റബ്ബേ ഇതിങ്ങനെ ആയല്ലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ഞാൻ മക്കളിനോടൊന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവർ കഴിച്ചപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷമായിട്ടാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതേ അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ മക്കൾ നന്നായിട്ട് നിന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായി. പിന്നെ മാത്രമല്ല പ്ലേറ്റും പെട്ടെന്ന് കാലിയായിട്ടാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ.